നമസ്കാരം. ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ മലപ്പുറത്താണ്. പച്ചക്കോട്ടയാണെന്നാണ് UDFിൻ്റെ അവകാശവാദം. എന്നാൽ ഇക്കുറി നല്ലൊരു മത്സരം കാഴ്ചവെക്കും എന്ന് ചൊല്ലി SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ യുവനേതാവ് VP സാനുവിനെ രംഗത്തിറക്കിയിരിക്കുകയാണ് ഇടതുമുന്നണി. മഞ്ചേരി മാറി മലപ്പുറമായപ്പോൾ ഇത് കൂടുതൽ UDFിന് അനുകൂലമായി എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. മഞ്ചേരി ആയിരുന്നപ്പോൾ ഒരിക്കൽ ലീഗിനെയും UDFിനെയും ഞെട്ടിച്ച ചരിത്രവുമുണ്ട് ഈ മണ്ഡലത്തിൽ. നമുക്ക് മലപ്പുറത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സ്പന്ദനങ്ങൾ കേൾക്കാം ഉറക്കെ ഉച്ചത്തിൽ. ഇലിയാസ് ഭായ് DYFIയുടെ നേതാവാണ്. യുവനിര വലിയ ശക്തിയോടെ ഇറങ്ങിയിരിക്കുന്നു. എത്രയുണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം? 1,90,000-ലധികം വോട്ടിന് അഹമ്മദ് സാഹിബ് ജയിച്ച മണ്ഡലം, പിന്നാലെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 1.25 ലക്ഷത്തിന് PK കുഞ്ഞാലിക്കുട്ടി ജയിച്ച മണ്ഡലം. ഇവിടെ എത്ര സാധ്യതയുണ്ട് ഇടതുമുന്നണിക്ക്? മുമ്പ് നിങ്ങൾ എന്നെ സൂചിപ്പിച്ചതുപോലെ അംസാക്ക ജയിച്ച സമയത്തിൻ്റെ മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലും ഇത്ര ലക്ഷക്കണക്കിന് ഭൂരിപക്ഷം ഉള്ള മണ്ഡലമായിരുന്നു മഞ്ചേരി, ഇപ്പോൾ മലപ്പുറമായി നിൽക്കുന്ന മണ്ഡലം. ഇവിടെ ഞങ്ങൾ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നതിനു വേണ്ടി മാത്രമല്ല മത്സരിക്കുന്നത്. ഇവിടെ വിജയത്തിൽ കുറഞ്ഞ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. വിജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മലപ്പുറത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി VP സാനു മത്സരിക്കുന്നത്. ഓക്കെ, ഞാൻ തിരിച്ചെത്താം. ഷൗക്കത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്. അങ്കലാപ്പുണ്ടോ, ആശങ്കയുണ്ടോ? യുവനിര വലിയ പോരാട്ടവുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഒരു അങ്കലാപ്പും ആശങ്കയുമില്ല. LDF സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ തന്നെ ഇവിടെ തോൽവി മുമ്പേ ഉറപ്പിച്ചതാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലും ഇതുപോലെ അപ്രസക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിലൂടെ ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നതിന് ശേഷം അവർക്ക് അപ്രസക്തമായ സ്ഥാനാർത്ഥികളെ മാത്രമാണ് ഇവിടെ നിർത്താറ് എന്നുള്ളതുകൊണ്ട് നേരത്തെ തന്നെ അവർ ഇലക്ഷൻ്റെ മുമ്പേ തന്നെ സ്ഥാനാർത്ഥി തോൽവി സംഭവിച്ച ഒരു നിലക്ക് ഞങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജമായി നടക്കുന്നു. ഐക്യജനാധിപത്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഈ അഹമ്മദ് സാഹിബ് എങ്ങനെയാണോ കേന്ദ്രത്തിൽ നിന്നത് അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ ഇന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ദേശീയ രാഷ്ട്രീയത്തിൽ UPAക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാളായതുകൊണ്ട് ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഞാൻ തിരിച്ചു വരാം. പേര്? ഈ ഐക്യമുന്നണിയും ഇടതുമുന്നണിയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നു. അതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഇറക്കിയുള്ള പോരാട്ടം. എത്ര സാധ്യതകളുണ്ട് ഇവിടെ LDF ജയിച്ചാലും UDF ജയിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സാധാരണഗതിയിൽ 5 വർഷം കടന്നു പോയ പോലെ വീണ്ടും കടന്നു പോകും. അതേസമയത്ത് മലപ്പുറത്തിന് മാറ്റം വേണമെങ്കിൽ BJP അധികാരത്തിൽ വരുന്ന സമയത്ത് എന്തായാലും കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ തർക്കത്തിൽ ഇവിടുത്തെ വികസനം കാക്ഷിക്കുന്ന ജനങ്ങൾക്ക് വേണമെങ്കിൽ BJP തിരഞ്ഞെടുക്കാം. അതുകൊണ്ട് BJP ഇവിടെ ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒട്ടനവധി കേന്ദ്ര പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ ഉജ്ജ്വല പദ്ധതി, കോടിക്കണക്കിന് സ്ത്രീകൾക്ക് അവർക്ക് അടുക്കളയിൽ പുകയുള്ള അടുപ്പ് മാറ്റി അവർക്ക് ഭക്ഷണം വെക്കാൻ വേണ്ടി ഗ്യാസ് കൊടുത്തു, സൗജന്യമായിട്ട് ഗ്യാസ് കൊടുത്തു. അതുപോലെ തന്നെയുള്ള ഒട്ടനവധി ഇൻഷുറൻസ് പദ്ധതികൾ, അതേപോലെ ബാങ്ക് അക്കൗണ്ടുകൾ, അങ്ങനെയുള്ള ഒട്ടനവധി വികസന പദ്ധതികൾ 250ഓളം പദ്ധതികൾ BJP സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതി, അവർക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി അത്തരം പദ്ധതികളെ പോലുള്ള ജനോപകരമായ പദ്ധതികൾ വേണമെങ്കിൽ മലപ്പുറം ജനതയ്ക്ക് BJP തിരഞ്ഞെടുക്കാം. ശരി, ഞാൻ തിരിച്ചെത്താം. നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ പദ്ധതികളുടെ പേരിലാണ് BJP ഇവിടെ വോട്ട് ചോദിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ തന്നെ അപ്രസക്തനായ ഒരു എതിരാളി ഇറക്കി എന്നാണ് പറയുന്നത്. VP സാനു അപ്രസക്തനാണോ? ആരാ മറുപടി? ഈ ചെറുപ്പക്കാർ മത്സരിക്കുന്ന സമയത്ത് ഇവർ ഇത്തരം സാധനം അപ്രസക്തനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ചരിത്രം ബോധ്യമില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ ചരിത്രമുണ്ട്. ഇപ്പോൾ മലപ്പുറംകാരനായിട്ടുള്ള വിജയരാഘവൻ SFIയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് പാലക്കാട് നിന്ന് ജയിക്കുന്നത്. അന്നത് പാലക്കാട് മണ്ഡലം UDFിൻ്റെ കുത്തക മണ്ഡലമായിരുന്നു. അവിടെ അട്ടിമറി വിജയം നേടിയത് SFIയുടെ അന്നത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ്, ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിട്ടുള്ള വിജയരാഘവനാണ്. അങ്ങനെ നിരവധിയായിട്ട് ചരിത്രമുണ്ട്. ഈ മലപ്പുറം മണ്ഡലത്തിൻ്റെ പഴയ മഞ്ചേരി മണ്ഡലത്തിൽ അന്നത്തെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന CH ആഷിഖ് മത്സരിച്ചു. CH ആഷിഖ് മത്സരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തിലധികമായിരുന്നു ലീഗിൻ്റെ ലീഡ്. അന്ന് അത് 60,000-ൽ താഴെയാക്കി മാറ്റാൻ 26 വയസ്സുകാരനായ CH ആഷിഖിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുപ്പം ഇപ്പോൾ UDFിനകത്ത് ഒരു ചെറുപ്പക്കാരനെ സ്ഥാനാർത്ഥിയാക്കുന്നില്ല, അവർക്ക് അവസരം കൊടുക്കുന്നില്ല. ഏത് പാർട്ടിയാണെങ്കിലും പുതിയ മുഖങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം. ഏത് പാർട്ടിയാണെങ്കിലും ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണം, പുതിയ തലമുറയ്ക്ക് അവസരം കൊടുക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം നമ്മുടെ വോട്ടർമാരിൽ, രാജ്യത്തെ ജനസംഖ്യയിൽ വലിയൊരു പങ്ക് ചെറുപ്പക്കാരാണ്. പിന്നെ എന്തുകൊണ്ട് ചെറുപ്പക്കാരെ മാറ്റി നിർത്തണം? ചെറുപ്പക്കാരെ കൂട്ടി നിർത്തി അവരെ പുതിയ ഭാവനകളുള്ള, കാഴ്ചപ്പാടുകളുള്ള ഇപ്പോൾ VP സാനു രാജ്യത്താകമാനം RSSനെതിരെ, സംഘപരിവാർ ഫാസിസത്തിനെതിരെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരം നടത്തുന്ന യുവജന
നേതാവാണ് വി പി സാനു. മലപ്പുറം ജില്ലയുടെ യൂണിറ്റ് തല മുതലുള്ള സംഘടനാ പ്രവർത്തനത്തിൻ്റെ ദീർഘകാലത്തെ അനുഭവമുള്ള, നല്ല കാഴ്ചപ്പാടുള്ള, നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് നല്ല കാഴ്ചപ്പാടുള്ള, ഈ മലപ്പുറത്തിൻ്റെ മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള, സംസ്ഥാനത്തെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള, യുവാക്കളുടെ പ്രശ്നങ്ങൾ, തൊഴിലടക്കമുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ള വി പി സാനുവിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ വരുന്ന സമയത്ത് വലിയ പിന്തുണ മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ജയിക്കാൻ വേണ്ടി കഴിയും എന്ന് പറയുന്നത്. മറ്റൊന്ന്, മലപ്പുറം ജില്ലയിലാണ് ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാരുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ആ പുതിയ വോട്ടർമാരിലെ മഹാഭൂരിപക്ഷത്തിന്റെ പിന്തുണയും ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കാണ് മലപ്പുറത്ത് കിട്ടാൻ വേണ്ടി. വ്യക്തമാണ്, ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥി അപ്രസക്തൻ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് 1.5 ലക്ഷത്തോളം പുതിയ വോട്ടർമാരുള്ള മണ്ഡലം, സംസ്ഥാനത്ത് ഏറ്റവും അധികം പുതിയ വോട്ടർമാർ വോട്ടർ പട്ടികയിൽ ഇടം നേടിയ മണ്ഡലമാണ് മലപ്പുറം. എന്തായാലും പുതുതായി വോട്ടർ പട്ടികയിൽ ഇടം നേടിയ പുതിയ വോട്ടർമാർ ചെറുപ്പക്കാരല്ലാതെ മറ്റൊന്നാവില്ല. എന്താണ് പേര്? മാർട്ടിൻ സാറേ, ഈ ചെറുപ്പക്കാരനെ ഒരു സ്ഥാനാർത്ഥി ഇറക്കി പോരാടുമ്പോൾ അപ്രസക്തൻ എന്ന് നമ്മൾ വിളിക്കണമോ? 1.5 ലക്ഷത്തോളം വരുന്ന പുതിയ വോട്ടർമാരെ കൂടി മുന്നിൽ കാണണമോ? രാജ്യത്തെയും മണ്ഡലത്തിലെയും യുവതലമുറയെ കൂടി മുന്നിൽ കാണണമോ? ഇത് കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ രാജ്യം ഭരിക്കുന്ന വർഗീയവാദികളും അതിന് പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മതേതരവാദികളും തമ്മിലുള്ള പോരാട്ടമാണ്. അദ്ദേഹം പറഞ്ഞു, ഹിന്ദി ഹൃദയഭൂമിയിൽ BJP തൂത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഗുജറാത്തിലും BJP തൂത്തെറിയപ്പെടുകയും ഈ രാജ്യത്ത് നിന്ന് മോദി ഭരണം തൂത്തെറിയപ്പെടുന്ന ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമാഗതമായ ആസന്നമായ മതേതര സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ കോൺഗ്രസിനെയും കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന മതേതര ജനാധിപത്യ മുന്നണികളെയും ജയിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ആ അനിവാര്യതയിലേക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് നൽകേണ്ടത്. അവിടെ ഒരു മതേതര മുഖമായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജയിക്കേണ്ടത് ഈ മലപ്പുറം മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം കണ്ടറിഞ്ഞുള്ള വോട്ട് തന്നെയായിരിക്കും പുതിയ തലമുറയും നൽകുക എന്ന് എൻ്റെ ഉറച്ച വിശ്വാസം. എന്താ പേര്? എൻ്റെ പേര് അശ്വതി എന്നാണ്. ഞാൻ മലപ്പുറം ജില്ലാ മഹിളാ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റാണ്. ശരി, ഇടതുമുന്നണിയും കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ഒക്കെ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് സർക്കാരായ മോദി സർക്കാരിനെ തൂത്തെറിയാനുള്ള തെരഞ്ഞെടുപ്പാണെന്നാണ്. അപ്പോൾ പിന്നെ ഇതിനെങ്ങനെ പ്രതിരോധിക്കുക ഇവിടെ മലപ്പുറത്ത്? 300 പരം പദ്ധതികൾ, കേന്ദ്ര പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ ഒരു പദ്ധതിയെങ്കിലും കിട്ടാത്ത മലപ്പുറത്തുകാരില്ല. അവർ നമ്മളെ ഉണ്ണികൃഷ്ണൻ മാഷെ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഞാൻ തിരിച്ചെത്താം. 300-ലധികം കേന്ദ്ര പദ്ധതികൾ, അതിൻ്റെ പേരിലാണ് BJP വോട്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് കൃത്യമായി പറയുന്നു, കേന്ദ്രത്തിൽ ഒരു മതേതര സർക്കാർ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി ജയിക്കണം. ഇതിനെ എങ്ങനെ ഈ യുവനിര പ്രതിരോധിക്കും? എങ്ങനെ VP സാനുവിന് വേണ്ടി വോട്ട് തേടും? പേര് മിർഷാദ് ഇബ്രാഹിം. മിർഷാദ് കൗൺസിലറാണ്. അതെ. മിർഷാദ്, എന്താ നിങ്ങളുടെ സാധ്യത? എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുന്നത്? സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇവിടെ അവർ സൂചിപ്പിച്ചത് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ BJPയുടെ ഭരണത്തെ നേട്ടങ്ങൾ അവർ ആളുകൾക്കിടയിൽ പറയുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അവരുടെ ക്യാമ്പയിനുകളൊക്കെ കണ്ടതിൽ ഇപ്പോൾ തൃശ്ശൂരടക്കം സുരേഷ് ഗോപിയുടെ ക്യാമ്പയിൻ അടക്കം വലിയ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. 5 വർഷത്തെ വികസന നേട്ടങ്ങൾ അവർ എവിടെയും പരാമർശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവർ പരാമർശിക്കുന്നത് ഈ ശബരിമല വിഷയം എന്നുള്ളത് മാത്രമാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം എടുത്തു പറഞ്ഞുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അതിന് തന്നെ നമുക്ക് ബോധ്യമാവും, കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്ത് അവർ എത്രത്തോളം പരാജയമായിരുന്നു എന്നുള്ളത്. ഓക്കെ, 300 പദ്ധതികളെ കുറിച്ച് ഈ മലപ്പുറം അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ സാധാരണ വോട്ടർമാരോട് ചോദിച്ചാൽ ഒരു പദ്ധതിയെ കുറിച്ച് പോലും ഈ മലപ്പുറത്തേക്ക് അറിയില്ല, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയില്ല. മറിച്ച് അവർക്ക് അറിയും എന്ത് നോട്ട് നിരോധനത്തെ കുറിച്ച് അവർക്കറിയും. ഈ മലപ്പുറത്ത് SBI ബാങ്കിന്റെ മുമ്പിൽ ഈ മെയിൻ റോഡിനടക്കം ക്ലോസ് ചെയ്തുകൊണ്ടാണ് ജനങ്ങൾ വരുന്നിരുന്നത് നോട്ട് മാറി കിട്ടാൻ. അവരധ്വാനിച്ച പണം മാറ്റിയെടുക്കാൻ വേണ്ടി അത്ര ദ്രോഹമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ GST ഉണ്ടാക്കിയിട്ടുള്ള കെടുതികൾ ഈ കച്ചവടക്കാർ പറയും. അവർ BJPക്കാർ പറഞ്ഞ 300-ന്റെ അപ്പുറത്ത് അവർ പറയും അവർക്കുണ്ടായിട്ടുള്ള ദ്രോഹങ്ങൾ. ഇവിടെ കർഷകർക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നം, 2 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. എന്നിട്ട് ശ്രീധരൻപിള്ള BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയാം, തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുന്ന സത്യസന്ധനാണ്. അതെ, ജനങ്ങളെ പറ്റിക്കലാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് നിന്ന്. 300 പദ്ധതികൾ ആർക്കറിയാം? ആർക്കറിയാം 300 പദ്ധതി എന്താണ് പദ്ധതി? ഇവിടെ നിങ്ങൾ മലപ്പുറത്ത് ഇറങ്ങി ഞങ്ങൾ പറയേണ്ട, ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഈ നാട്ടിലെ സാധാരണ ജനങ്ങളോട് ചോദിക്കുക, BJP നടപ്പിലാക്കിയ 300 പദ്ധതികൾ നോട്ട് നിരോധനത്തെ കുറിച്ച് അവർ പറയും. എവിടെ ഈ മലപ്പുറത്ത് ഇറങ്ങിയിട്ട് പറയോ? അല്ലെങ്കിൽ ഒന്ന് എണ്ണി പറഞ്ഞാട്ടെ. ഇദ്ദേഹം പറഞ്ഞു നമ്മൾ നോട്ട് നിരോധന സമയത്ത് ബാങ്കിന് മുന്നിൽ വരി നിന്നു. അതിനേക്കാൾ കൂടുതൽ ആളുകൾ കൃഷിഭവന് മുന്നിൽ 6000 രൂപയ്ക്ക് വേണ്ടി വരി നിൽക്കുന്നുണ്ട്. അവർക്ക് ഇവിടെ 1 സെന്റ് ഭൂമി
മുതൽ 4.5 ഏക്കർ 5 ഏക്കർ വരെ ഭൂമിയുള്ള ആളുകൾക്ക് മുഴുവൻ 6,000 രൂപ കൊടുക്കുന്നു. ഇവരാരാണ് വേടിക്കാത്തതെന്ന് പറയട്ടെ. അല്ല, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് 2,000 രൂപ കൊടുത്തത്. അവരുടെ വീട്ടിലെ അവരുടെ വീട്ടിലെ പാസ്ബുക്ക് എടുക്കുക. അവരുടെ വീട്ടിലെ ബാങ്കിന്റെ പാസ്ബുക്ക് 2,000 രൂപ. ആവാസ് യോജന അല്ല, ഇതാ മുനിസിപ്പൽ അല്ല, നിക്ക് പറയട്ടെ, ഞാൻ പറയാൻ അവസരം തരാം. ഇവർ പറയുമ്പോ ഞാൻ ഒച്ച ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ പറയുമ്പോൾ അവർ ഒച്ച ഉണ്ടാക്കില്ല. നിങ്ങൾ എല്ലാരും പറയും, എല്ലാവർക്കും അവസരം പറഞ്ഞോളൂ. ഇവർ പറയുമ്പോ ഞാൻ സഹിഷ്ണുത കേട്ടില്ലേ? ഞാൻ പറയട്ടെ, ഇവിടെ ഇദ്ദേഹം മലപ്പുറം കൗൺസിലറാ, ഇത് ആമിയൻ മലപ്പുറം കൗൺസിലറാ. എന്ത് ഈ നഗരസഭയിൽ എത്ര PM നമ്മുടെ പ്രധാനമന്ത്രിയുടെ വീട് കൊടുത്തു, ആവാസ് യോജനയിൽ എത്ര വീട് കൊടുത്തു? ഇവിടുത്തെ റോഡുകൾ നമ്മൾ റബ്ബറൈസ്ഡാ. ഇത് എവിടുന്ന് വരുന്ന ഫണ്ടാ? ഇത് PMGSY പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതികൾ. അതുപോലെ തന്നെ മുദ്ര ലോൺ എടുത്തതിൽ 35% ആളുകളും ഇവിടുത്തെ മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളാണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും. എൻ്റെ പേര് ആരിസാമ്യ, കൗൺസിലറാണ്. മുസ്ലിം ലീഗിനെ പ്രതികരിച്ചതിനോട് വന്നുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞതും ഇപ്പോൾ LDF രണ്ടും മറുപടി പറയണല്ലോ. ഇവിടെ ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പല്ല നടക്കുന്നത്. ഇതൊരു സുപ്രധാനമായ തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കണമോ വേണ്ടയോ, നമ്മൾ അവസാനമായി വോട്ട് ചെയ്യണോ ചെയ്യേണ്ടോ എന്നുള്ളൊരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ രാജ്യത്തിലെ വർഗീയ ശക്തികൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാം. അതുപോലെ കേരള സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ അതും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇവർ പറയുന്നത് VP സാനു അപ്രസക്തനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇവർ പറഞ്ഞു നടക്കുന്നത് ചെറുപ്പക്കാരനാണ്. നമുക്കറിയാം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ LDFൻ്റെ സ്ഥാനാർത്ഥികൾ എടുത്ത് നോക്കിയാൽ അവരുടെ പ്രായം നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. മലപ്പുറത്ത് മാത്രം ചെറുപ്പക്കാരും ബാക്കിയുള്ളവർക്കൊക്കെ 80 കഴിഞ്ഞവർ നിൽക്കേണ്ട അർത്ഥമില്ല. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട. ഇവിടെ രാഷ്ട്രീയ പോരാട്ടമാണ് അപ്പോൾ ആ ചർച്ചയാണ് ഇവിടെ പ്രധാനമായി നടക്കുക. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പല്ല. ഈ വളാഞ്ചേരിക്കാരനെ VP സാനു എന്തിനാ മലപ്പുറത്ത് നിൽക്കണേ? മലപ്പുറത്ത് ഇപ്പോൾ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നത് രാജ്യത്ത് ഫാസിസത്തിനെതിരെ പോരാട്ടം നടത്തുന്ന തെരഞ്ഞെടുപ്പാണെന്നാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറം മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് പറഞ്ഞത് ഞാൻ ഫാസിസത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നാണ്. എന്നിട്ട് സുപ്രധാനമായ പാർലമെന്റിലെ വോട്ടെടുപ്പുകളിൽ അദ്ദേഹം പങ്കെടുത്തില്ല. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിൽ അദ്ദേഹം പങ്കെടുത്തില്ല. ഇവിടെ മുത്തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ചർച്ചക്കകത്ത് അദ്ദേഹം പങ്കെടുത്തില്ല. അന്ന് കല്യാണത്തിൽ പങ്കെടുത്തു എന്ന് പിറ്റേ ദിവസം പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. VP സാനു ദേശീയ തലത്തിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള സഖാവാണ്. JNUവിൽ ഉയർന്നു വന്ന വിദ്യാർത്ഥി സമരത്തിന് നേതൃത്വത്തിൽ VP സാനു ഉണ്ടായിരുന്നു. രോഹിത് വെമുലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വന്ന സമരത്തിലുണ്ടായിരുന്നു. നജീബിനെ കാണാതായ സമയത്ത് മാസങ്ങളായി നടന്ന സമരത്തിന്റെ നേതൃത്വത്തിൽ നജീബിന്റെ ഉമ്മയോടുകൂടി ഡൽഹിയുടെ തെരുവീതികളിൽ പോലീസിന്റെ ലാത്തിയടിയേറ്റ് സമരം ചെയ്ത നേതാവാണ് VP സാനു. എവിടെയുണ്ടായിരുന്നു ദേശീയ തലത്തിൽ സംഘപരിവാറിനെതിരെ നിലപാടെടുക്കാൻ കുഞ്ഞാലിക്കുട്ടി? എവിടെയുണ്ടായിരുന്നു? ഇപ്പോ അമിത്ഷാ വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ച സമയത്ത് മുസ്ലിം ലീഗിന്റെ പച്ച പതാക പാകിസ്ഥാന്റെ പതാകയാണെന്ന് പറഞ്ഞ സമയത്ത് അന്നത്തെ എന്ത് നിലപാടെടുത്തു? എന്ത് പ്രസ്താവനയാണ് കുഞ്ഞാലിക്കുട്ടി നടത്തിയത്? MA ബേബിയാണ് അതിന് മറുപടി പറഞ്ഞത്. മലപ്പുറത്ത് MA ബേബി മറുപടി പറഞ്ഞു, അത് BJP എന്ന് പറയുന്നത് ക്യാൻസർ ആണ് എന്ന് മറുപടി MA ബേബിയാണ് പറഞ്ഞത്. ഒരു സെക്കൻഡ് 5 വർഷമായിട്ട് വളരെ വ്യക്തമായിട്ട് പറയാം. 5 വർഷമായിട്ട് കേന്ദ്രം ഭരിക്കുന്നത് BJP ആ, 3 വർഷമായിട്ട് കേരളം ഭരിക്കുന്നത് പിന്നെ LDF ആ. എന്നിട്ട് വയനാടിലെ കർഷക മാർച്ച് നടത്തുന്നത് രാഹുൽ ഗാന്ധി വന്നപ്പോ. ഞാൻ പറയാം, ഇവിടെ ഒരിക്കലും BJPയുടെ പിന്നെ ജയിക്കുന്ന ഉറപ്പുള്ള 2 സീറ്റുകൾ അല്ലെങ്കിൽ 1 സീറ്റ് എന്ന് പറയുന്ന മറ്റു മാധ്യമങ്ങളും നിങ്ങളൊക്കെ ഇങ്ങനെ വല്ല പൊന്തിച്ച് പറയുന്ന തിരുവനന്തപുരത്തേക്ക് മാർച്ച് നടത്താനില്ല, മുഖ്യമന്ത്രിക്ക് മാർച്ച് നടത്താനില്ല. ഇവിടെ മറ്റേ ഇതാണ് പത്തനംതിട്ടയില് പല ചാനലുകളും ഒരു ഭയങ്കര പിന്നെ BJP അങ്ങനെ മുന്നേറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുത്തും ഇവർക്കൊന്നും ചെയ്യാനില്ല. ഇവർക്ക് ആകെ ചെയ്യാനുള്ളത് ഒന്നുമില്ലാത്ത വയനാട്, അതായത് കഴിഞ്ഞൊരിക്കത്തെ പ്രതിപക്ഷ നേതാവിന്റെ റോൾ പോലും കൊടുത്തില്ല, അത്ര പോലും ഇല്ലാത്ത രാഹുൽ ഗാന്ധി വന്ന ഇതിലാണ്. കാരണം 5 വർഷം ഭരിക്കുന്നത് പിന്നെ അവിടെ NDAയും ഇവിടെ LDFും ഭരിച്ചിട്ട് അങ്ങനെ ഒരു കർഷക സമരം നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ CPIയുടെ ആളാണ് അവിടെ മത്സരിക്കുന്നത്. ഇവിടുത്തെ കാർഷിക മന്ത്രി എന്ന് പറയുന്നത് CPI കാരനാണ്. ശരിക്കും CPIക്കെതിരെയുള്ള വെല്ലുവിളി ആയിരുന്നോ അത് എന്നുള്ളതാണ് എന്റെ സംശയം. സ്വന്തം പിന്നെ ഭരണത്തിലിരിക്കുന്ന മന്ത്രിയെ പോലും താറടിച്ച് കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ആദ്യമായിട്ട്. വർഗീയ ഫാസിസ്റ്റ് ശക്തികളാണ് BJP പറഞ്ഞത്. അങ്ങനെയാണ് ഈ മുസ്ലിം ലീഗ് എന്താ? മുസ്ലിങ്ങൾ മാത്രം പാർട്ടിയല്ലേ? ഈ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ വിഭജനത്തിന് കാരണമായിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ടാണ് അല്ല, ഉത്തരേന്ത്യയിലെ യഥാർത്ഥ മുസ്ലിങ്ങൾ ഈ മുസ്ലിം ലീഗിനെ അംഗീകരിക്കുന്നില്ല. ഇവിടുത്തെ കുറച്ച് മുസ്ലിങ്ങൾ മാത്രമേ ഇവരെ ഒപ്പം നിൽക്കുന്നുള്ളൂ. പിന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണം കേരളത്തില്.
കാരണം എന്താ, ഡൽഹി പോയ ഇവർ രണ്ടോളും പിന്തുണ അല്ല, ഇവരെ സ്ഥാനാർത്ഥി ഇവരെ പൊന്നാനി സ്ഥാനാർത്ഥി അൻവർ പറഞ്ഞ എന്താ അറിയോ, ഞാൻ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി കാര്യങ്ങൾക്ക് ശക്തി പകരാനാണെന്നാ. അവര് അവിടെ ജയിച്ചു പോയാൽ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി, നരേന്ദ്രമോദിക്കെതിരായി വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് LDF-ഉം UDF-ഉം മത്സരിക്കുന്നത്. അല്ല, ഇവർ പറഞ്ഞു കേന്ദ്ര പദ്ധതികൾ ഒന്നും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഇവിടുത്തെ എത്ര വീടുകളിൽ ഇപ്പോഴും അടുപ്പ് ഊതുന്ന ആളുകളുണ്ട്? ഗ്യാസ് കൊടുത്തിട്ടില്ലേ? എത്ര വീട്? ഏറ്റവും കൂടുതൽ നഗരസഭയിൽ, മലപ്പുറം നഗരസഭയിലാണ് ഏറ്റവും കൂടുതൽ വീട് കൊടുത്തത്. അതിനെക്കുറിച്ച് പ്രധാനമന്ത്രിയുമായിട്ട് സംവദിക്കാൻ വേണ്ടി കളക്ടറേറ്റിലെ വാർ റൂമിൽ എത്ര ആളുകൾ ഇവിടെ വന്നു? അതിന് ഗുണഭോക്താക്കളെ വന്നത്. അതുകൊണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം രാഷ്ട്രീയത്തിൽ പറയണം. കർഷക പാർലമെന്റ് നടത്താൻ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വന്നപ്പോഴാണോ കർഷക പാർലമെന്റ് വേണമെന്നും കർഷകരുടെ കൂട്ടായ്മ വേണമെന്നും? രാഹുൽ ഗാന്ധി പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസിന്റെ സാമ്പത്തിക നയമാണ് കോർപ്പറേറ്റുകളെ സഹായിക്കുക എന്നുള്ളത്. 90കളുടെ തുടക്കത്തിൽ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന സാമ്പത്തിക നയം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത്. അതിന്റെ തുടർച്ച തന്നെയാണ് രാഹുൽ ഗാന്ധി പല കരാറുകൾ നടപ്പിലാക്കിയത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ഈ സാധാരണ കർഷകരോടൊപ്പം നിൽക്കാത്ത നടപ്പിലാക്കിയത്. അപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരെ അത് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇവരെ ഈ സാധുക്കൾ ഇപ്പോഴും ജീവിക്കുന്നത് നമ്മൾ ഈ 21ാം നൂറ്റാണ്ടാണോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിമത പ്രശ്നം ഉണ്ടെങ്കിൽ അത് കോൺഗ്രസും BJP ആണ് പിന്നെ ധരിപ്പിച്ച് ഇവരെന്താ നടത്തുന്നത്. ഇപ്പോഴും പിറകുന്ന പറഞ്ഞു ആസിയാൻ കരാറ്, ലോകത്തുള്ള എല്ലാ പിന്നെ ലോക ബാങ്കിൻ്റെ എല്ലാ ഫണ്ട് എടുത്തിട്ടാണ് ഇപ്പോൾ ഈ വർത്താനം പറഞ്ഞിട്ട്. ഇപ്പോൾ അവസാനത്തെ മസാല ബോണ്ട് എന്താ വിഷയം? ലോകത്തുള്ള സർവ്വ കുത്തക മുതലാളിമാർ ബാങ്കുകളിൽ ഫണ്ട് എടുത്തിട്ട് ഈ പറഞ്ഞ പണിയൊക്കെ എടുക്കുന്ന ആൾക്കാരപ്പോൾ ഈ പറയേണ്ടത് ഒരർത്ഥമില്ല. ഇവർക്കൊരു പ്രസക്തി ഇന്ന് ഈ കേരളത്തിലുമില്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിലുമില്ല. അത് മനസ്സിലാക്കിയാണ് ഇപ്പോൾ ഈ ആസിയാൻ കരാറും മറ്റേ കരാറൊക്കെ പറഞ്ഞു നടക്കുന്നത്. അതെ, ഇതിന് മറുപടി പറയണം. അതായത് നിങ്ങൾ വർഗീയ ഫാസിസ്റ്റ് എന്നുള്ള വിമർശനം ഉന്നയിക്കുമ്പോൾ ഇടതുപക്ഷം പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ഒരു വിമർശനമുണ്ട്. SDPIയുമായിട്ട് ഉന്നത ലീഗ് നേതാക്കൾ സ്ഥാനാർത്ഥികളടക്കം നടത്തിയ ചർച്ചയുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നാണ്. അതെങ്ങനെ ന്യായീകരിക്കും? വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയാം. ഞങ്ങൾ അവരായിട്ട് ചർച്ച നടത്തിയെന്ന് മീഡിയാസ് ചർച്ച നടത്തിയെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ നടന്നു വരുന്നു, ഒരു കുശലാന്വേഷണം നടത്തി എന്ന് പറയുന്നു. ഒരു മുറിയിലിരിക്കുന്നു എന്നുള്ള തെറ്റായ വേടാണ്. നിങ്ങൾ തിരുത്തണം, അത് തിരുത്തണം. അങ്ങനെയാണ് വാർത്തകൾ വന്നത്. അല്ല, തിരുത്തണം. എന്തായിരുന്നു അവിടെ ചർച്ച? വളരെ വ്യക്തമായിട്ട് പറയട്ടെ. മലപ്പുറം മണ്ഡലത്തിലെ MP അതിൽ പങ്കെടുത്തു, അതായത് കുഞ്ഞാലിക്കുട്ടി പങ്കെടുത്താണ്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിക്കുന്നത് SDPIയുടെ സംസ്ഥാന നേതാവാണ്. ഒരു സ്ഥലത്ത് ഒരു സംസ്ഥാന നേതാവിനെ മത്സരിക്കുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ പ്രാധാന്യം എത്രമായിരിക്കും എന്ന് അറിയാത്ത ഊളകളാണ്. സോറി, ആ പ്രയോഗം തെറ്റുന്നു, പിൻവലിച്ചു. കാരണം ഞാൻ നോർമൽ അതിന് ഞാൻ വളരെ അല്ല, അങ്ങനെ പോകുന്ന വളരെ അന്തംഗമികളായിട്ടുള്ള ആളുകളാണ് ശരിക്കും ഇപ്പോഴത്തെ CPM. കാരണം വളരെ വ്യക്തമല്ലേ, ദേശീയ നേതാക്കൾ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളൊക്കെ ഒരു സ്ഥലത്ത് മത്സരിക്കുന്നത് എത്ര സീരിയസ് ആയിട്ടായിരിക്കും അവർ മത്സരിക്കുന്നത്. പിന്നെ ആ ഒരു ഇതിന്റെ പ്രസക്തി അതോടുകൂടി നഷ്ടമായില്ലേ. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയോ, ഇവരും BJPയും തമ്മിലുള്ള കൂട്ടുകെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരം കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പിന്റെ ഫലമെടുത്താൽ 60,000 വോട്ടുകൾക്ക് ഇവര് മുന്നിട്ട് നിൽക്കേണ്ട മണ്ഡല. അവിടെ ഇപ്പോഴും മോൾക്ക് 20% എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ CPIയുടെ നേതാവ് നെട്ടോടോടും എങ്ങനെ 20% വോട്ടെങ്കിലും അവിടെ കിട്ടാം. അവിടെ കഴിഞ്ഞ പ്രാവശ്യം LDFന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ആ 7 മണ്ഡലത്തിൽ മൊത്തം 60,430 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. തീർച്ചയായിട്ടും എന്താ സംശയം അറിയോ? കാരണം ഇവര് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പാലക്കാട് നിയമസഭയില് ഷാഫി പറമ്പിലിനെതിരെ ഇവര് BJPക്ക് വോട്ട് ചെയ്ത് അവിടെ BJP 3ാം സ്ഥാനത്ത്, അവിടെ BJPക്കും അല്ല CPM വേണ്ടി മത്സരിച്ചിരുന്നത് അവരെ വലിയൊരു നേതാവായിരുന്നു. അവിടെ 2-3 തവണ മുൻ MP ആയിരുന്നു അവിടെ മത്സരിച്ചത്. എന്നിട്ട് അവർ 3ാം സ്ഥാനത്തേക്ക് പോയി. കാരണം അവര് ഷാഫിനെ തോൽപ്പിക്കാൻ വേണ്ടി BJPക്ക് വോട്ട് നൽകി. അതുപോലെ തന്നെ നമ്മളെ വട്ടിയൂർക്കാവിലെ മുരളി ജയിക്കുമ്പോൾ അവിടുത്തെ CPMന്റെ വോട്ട് എത്ര നിങ്ങൾ നോക്കണം. കാരണം അവിടെ അപ്പോഴും മലപ്പുറത്ത് ഒരു സംശയമില്ല. വട്ടിയൂർക്കാവൊക്കെ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ രാഷ്ട്രീയ കൊള്ളത്തരം ഇവിടുത്തെ സാധാരണ വോട്ടർമാർക്കല്ല. ഇവർക്ക് ആകെ ഫാസിസത്തിനെതിരെയുള്ള മുദ്രാവാക്യം എന്താ അറിയോ? ഇവിടെ നോർത്തിലെവിടെങ്കിലും ആളുകളെ കൊന്നാല് ഇതില് പശുവിന്റെ പേരിൽ കൊന്നാല് മലപ്പുറത്ത് ഇറച്ചി വരട്ടി ബീഫ് വരട്ടി കൊടുക്കാനുള്ളൂ. ഒരു ദേശീയ നേതാവ് BJPക്കെതിരെ മത്സരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് സമ്മതിക്കും. പ്രകാശ് കാരാട്ട് അവർക്ക് മറുപടി പറയണം. SRP അതായത് ഇവർ വർഗീയതയെ കുറിച്ച് പറയാൻ മുസ്ലിം ലീഗിന് എന്താ അധികാരമുള്ളത്, എന്താ അവകാശമുള്ളത്? ഇപ്പൊ CPMന്റെ ആളുകൾ പറഞ്ഞ പോലെ തന്നെ
രാമനാട്ടുകര KTDC ഹോട്ടൽ വെച്ചിട്ടാണ് SDPI ചർച്ച നടത്തിയത്. അതേപോലെ തന്നെ അല്ല, വെൽഫെയർ പാർട്ടി ഇവരെ കൂടെയാണ്. വെൽഫെയർ പാർട്ടി വർഗീയ പാർട്ടിയല്ലേ? ആ വെൽഫെയർ പാർട്ടിയെ ഇവരെ കൂടെ നിർത്തിയിട്ടാണ് ഇവർ ഇപ്രാവശ്യം പിന്തുണ പ്രഖ്യാപിച്ചു. കാരണം കാസർഗോഡ് മഞ്ചേശ്വരത്ത് BJP തോൽപ്പിക്കാൻ വേണ്ടി സുരേന്ദ്രൻ തോൽപ്പിക്കാൻ 86 വോട്ടിന് സുരേന്ദ്രൻ തോറ്റത്, 89 വോട്ടിന്. ആ 89 വോട്ട് തോൽക്കാൻ കാരണം എന്താ? CPM ജയിക്കില്ല കണ്ടുകൊണ്ട് അവർ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തു. കേരളത്തിൽ ഞാൻ പറയട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിൽ 6% വരെ വോട്ടുള്ള BJPക്ക് 2-3 MP-മാരുണ്ട്. ഇവിടെ 15% വരുന്ന BJPക്ക് MP-മാരില്ല. MLA-മാർ ആകെ ഒരാളുണ്ട്. കാരണം ഇവർ രണ്ടുപേരും ഞങ്ങൾ ജയിക്കുന്നുണ്ട് ഒന്നാകും. ഒറ്റ ചോദ്യം, മലപ്പുറത്ത് എന്തിന് PK കുഞ്ഞാലിക്കുട്ടിയെ വിജയിപ്പിക്കണം? ഒറ്റ ചോദ്യം, 1 മിനിറ്റ്. വളരെ പ്രസക്തമാണ് ആ ചോദ്യം. കാരണം ഇവിടെ രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ ഒരു വിപത്ത് ആണ് ഈ BJP എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റ് തന്നെ. ആ പ്രൊഡക്റ്റിനെതിരെ ശക്തമായ രീതിയിൽ ദേശീയ തലത്തിൽ എതിർക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി വലിയ ഒരു പറയാൻ നോക്കി. ഇവിടെ ഇടതുപക്ഷത്തിന്റെ അക്രമ രാഷ്ട്രീയത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനും വളരെ ശക്തമായ രീതിയിൽ എതിർക്കുന്നതിന് വേണ്ടി കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജയിച്ചേ പറ്റൂ. ഇവിടെ നമുക്കറിയാം മലപ്പുറത്തെ ഒരു വലിയ പ്രത്യേകം പറയാനുള്ള SFI വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ചെറിയൊരു കാര്യം അതല്ല, ഞാൻ പറയട്ടെ SFI അവിടെ യുവാക്കളെ നിർത്തുന്നു. അത് അങ്ങട്ടാണ്, ചേനയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അല്ല അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, മലപ്പുറത്ത് ഇവിടെ ഇടതുപക്ഷത്തിന് പ്രവർത്തിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് SFIന്റെ 1 ലക്ഷം പേരെ മലപ്പുറത്ത് ഇറക്കി എന്തിനു വേണ്ടി പെട്ടെന്ന് പറയണില്ല, സമയം തീരെയില്ല. കാര്യം ഇത് കാണിക്കാൻ സമയം കിട്ടത്തില്ല. എന്തിന് PK കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള തലയെടുപ്പുള്ള ഒരു നേതാവ് ദേശീയ തലത്തിൽ UPAക്ക് വേണ്ടി നിങ്ങൾ ഈ പറയുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടുമ്പോൾ എന്തിന് VP സാനുവിന് വോട്ട് ചെയ്യണം? ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണം. അതിന് വിദ്യാർത്ഥികളുടെ വിഷയം, യുവജനങ്ങളുടെ വിഷയങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള VP സാനു ഈ മലപ്പുറത്തും വിജയിച്ചു വരണം. ഇപ്പൊ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ BJPയുടെ കഴിഞ്ഞ 25 വർഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ് ബാബരി മസ്ജിദ് വിഷയം. ഇപ്പോ കോൺഗ്രസ് പറയുകയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തിന് അവരോട് പറഞ്ഞിട്ട് ലാസ്റ്റ് വരാം. നിങ്ങൾ എന്തിനാണ് ഇവിടെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്ക് വോട്ട് ചെയ്യേണ്ട മലപ്പുറത്തെ വോട്ടർമാർ? ഇവിടെ ഞങ്ങൾക്ക് ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ എന്നില്ല. ഞങ്ങളുടെ പാർട്ടിയിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത്. സയ്യിദ് ഷാനവാസ് ഹുസൈൻ ഇന്നലെ മലപ്പുറത്തുണ്ടായിരുന്നു. മുക്താർ അബ്ബാസ് നഖ്വി, നജ്മ ഹെബ്ദുള്ള, അങ്ങനെ ഒട്ടനവധി ദേശീയ നേതാക്കളായിട്ടുള്ള മുസ്ലിങ്ങൾ കൂടി അധിവസിക്കുന്ന പാർട്ടിയാണ് BJP. ഞങ്ങൾ ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ നോക്കാൻ എല്ലാവർക്കും വികസനം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കേന്ദ്രത്തിലെ ഞങ്ങൾ നടപ്പിലാക്കിയ പദ്ധതികൾ വീണ്ടും അതിന്റെ യഥാർത്ഥ ഫലം ജനങ്ങൾക്ക് എത്തിക്കണമെങ്കിൽ അടുത്ത 5 വർഷം BJP അധികാരത്തിൽ വരണം. തർക്കവുമില്ല. ലാസ്റ്റ് നമുക്കറിയാം ഈ കനയ്യകുമാർ എന്ന ആള് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വിപ്ലവ പോരാളിയാണ് അദ്ദേഹം. ഒരു ഭൂരിഭാഗം ആളുകൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ബഹുമാനപ്പെട്ട പ്രകാശ് കാരാട്ട്, നിങ്ങൾക്ക് ഫാസിസത്തിനെതിരെ പോരാടാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ന്യൂയോർക്കിലേക്ക് പോവുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഇടതു മുന്നണിക്കും ഒരേ സ്വരമാണ്, ഒരേ അജണ്ടയാണ്. അവർക്ക് കേന്ദ്രത്തിലെ BJP സർക്കാരിനെ താഴെ ഇറക്കണം. BJP ആവട്ടെ ഇടതിനും വലതിനും കഴിയാത്തത് തങ്ങൾക്ക് കഴിയും. മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ തുടരണം, അതിവിടെയും എത്തണം എന്ന് അവകാശപ്പെടുന്നു. ഏതായാലും ഒന്നുറപ്പ്, മലപ്പുറത്തെ പോരാട്ടം വളരെ ചൂടേറിയത് തന്നെയാണ്. അപ്രസക്തനായ സ്ഥാനാർത്ഥി എന്നുള്ള വിമർശനം ഒന്നും ഇടതുപക്ഷം അംഗീകരിക്കുന്നില്ല. ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര തന്നെ VP സാനുവിന് വേണ്ടി രംഗത്തിറക്കിയിട്ടുണ്ട്. അധികായനായ PK കുഞ്ഞാലിക്കുട്ടിയോട് ഒരു കൈ പൊരുതി നോക്കാൻ തന്നെയാണ് തീരുമാനം. ഇനി ജനം വിധി എഴുതട്ടെ. ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് വീണ്ടും എത്തും. നമസ്കാരം.